നമസ്കാരം. ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസ്സിൻ്റെ ആരോഗ്യ ബോധവൽക്കരണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണ്. നമുക്കറിയാം, ക്യാൻസർ മൂലമുള്ള മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഏതാണ്ട് 2050 ആകുമ്പോഴേക്കും 77% ക്യാൻസർ മരണങ്ങൾ കൂടുതലായി സംഭവിക്കുമെന്നും ഏതാണ്ട് 35 ദശലക്ഷത്തോളം ആളുകൾക്ക് ക്യാൻസർ പിടിപെടുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായി എല്ലാ വർഷവും ഇങ്ങനെ ഒരു ക്യാൻസർ ദിന ബോധവൽക്കരണം WHO നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന ഒരു അസുഖം കൂടിയാണ് ക്യാൻസർ എന്നത്. ക്യാൻസറിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള അറിവ് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് മിഥ്യാധാരണകൾ ഈ രോഗത്തെക്കുറിച്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകറ്റുന്നതിനും ശരിയായ രീതിയിൽ ഇതിൻ്റെ ബോധവൽക്കരണം നടത്തുന്നതിനും വേണ്ടി നമ്മോടൊപ്പം ഇന്നുള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ ഷിൻഡോ രാജപ്പനാണ്. നമസ്കാരം ഡോക്ടർ. അപ്പോൾ ഡോക്ടറോട് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി ചോദിക്കാം. അതിനുള്ള മറുപടി നമുക്ക് ലഭിക്കും. ആദ്യമായി ഡോക്ടർ, ഇന്ന് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണ്. അപ്പോൾ ഈ ദിനത്തിൻ്റെ പ്രത്യേകത, അതായത് എല്ലാ വർഷവും ലോകാരോഗ്യ സംഘടന ഒരു സന്ദേശം നൽകാറുണ്ട്. ആ സന്ദേശം എന്താണ് ഈ വർഷത്തെ? അതുപോലെ തന്നെ എന്താണ് ക്യാൻസർ എന്നതും കൂടി ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കും. നമസ്കാരം. ഇങ്ങനൊരു അവസരം തന്ന H4Hന്റെ സംഘാടകർക്കും ജയൻ സാറിന് ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. ആദ്യമായി നമ്മൾ സംസാരിക്കുന്ന വേൾഡ് ക്യാൻസർ ഡേ, ലോക ക്യാൻസർ ദിനത്തിന്റെ സന്ദേശങ്ങളെ കുറിച്ചാണ്. ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഓരോ തീം 3 വർഷം കൂടുമ്പോഴാണ് ഇപ്പം ടീം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നൊരു തീമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഏത് ദൂരെയുള്ള ജോഗ്രഫിക്കലി, അതായത് ഭൂമിയുടെ ഏതറ്റത്തുള്ള ആളുകൾക്ക് പോലും ക്യാൻസറിന്റെ ചികിത്സ എത്തണം, അങ്ങനെ ഒരു ക്യാൻസറിന്റെ ചികിത്സയിൽ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല എന്നൊരു തീമായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ വർഷം മുതൽ പുതിയ തീമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 വരുന്ന തീം. അത് 3 വർഷത്തേക്ക് 3 വർഷം കൂടുമ്പോഴാണ് സാധാരണ, ചിലപ്പോൾ ചേഞ്ചസ് വരാം. സാധാരണ ഇങ്ങനെയാണ് ഒരു റൊട്ടേഷൻ സ്ലോഗൻ പോകുന്നത്, യുണൈറ്റഡ് ബൈ യുണീക്ക്. ആ പേര് തന്നെയുണ്ട്, യുണീക്ക്. അപ്പം ക്യാൻസർ നമ്മൾ പൊതുവെ പറയെങ്കിലും ഓരോ വ്യക്തികൾക്കും ക്യാൻസർ വരുമ്പോൾ അവർ കടന്നു പോകുന്ന അവരുടെ ഒരു യാത്ര വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തികളുടെയും. അപ്പൊ വ്യക്തികളുടെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും അവർക്ക് നൽകുന്ന പരിചരണവും അവരിൽ വരുത്തേണ്ട അവബോധവും ഒക്കെ ഒരു ഊന്നൽ നൽകിയാണ് ഇങ്ങനൊരു തീം സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള, ഒരുപോലെ ഓരോ വ്യക്തികൾക്ക് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അതാണ് യുണൈറ്റഡ് ബൈ യൂണീക്ക് എന്ന് പറയുന്നത്. ഓരോരുത്തരും കടന്നു പോകുന്ന വേദനയും ഒരു പെയിനും ഇമോഷണൽ ആസ്പെക്ട്, അതുപോലെ ട്രീറ്റ്മെന്റും അതിന്റെ ഔട്ട്കം എല്ലാം വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീം വന്നേക്കുന്നത്. തീമിനെ കുറിച്ച് പറയുമ്പോൾ ഇനി ക്യാൻസർ എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിയും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ശരീരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണ്. കോശങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കുകയല്ല, അതിങ്ങനെ വിഭജിക്കുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, പെരുകുന്നുമുണ്ട്. ഒരു നിയന്ത്രിതമായ ഒരളവിൽ 1 നിന്ന് 2, 2 നിന്ന് 4, അങ്ങനെ ഒരു താളത്തിലാണ് അത് മുമ്പോട്ട് നീങ്ങുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ താളം നഷ്ടപ്പെടുമ്പോഴാണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. 1 നിന്ന് 2 ആവുന്നതിന് പകരം 2 നിന്ന് 4 ആ ഒരു താളം തെറ്റിട്ട് 2 നിന്ന് 10, 10 നിന്ന് 1000 ലക്ഷങ്ങൾ അങ്ങനെ കോശങ്ങൾ പെരുകുന്നൊരവസ്ഥ. അനിയന്ത്രിതമായ ഒരു കൂടുതലായിട്ട് വരിക, യാതൊരു നിയന്ത്രണമില്ലാതെ കോശങ്ങൾ പെരുകുന്നൊരവസ്ഥയ്ക്കാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഡോക്ടർ, എല്ലാ അസുഖങ്ങളെ പോലെ തന്നെ ഈ ക്യാൻസറിനും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ചില ക്യാൻസറുകളിൽ കാരണമില്ലാത്തതുണ്ടാവാം, പക്ഷെ എന്നാലും ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന കാരണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ഈ നമ്മൾ സാധാരണ കാണുന്ന ക്യാൻസറുകൾ നമ്മുടെ നാട്ടിൽ, അതിനെക്കുറിച്ചും കൂടി ഒന്ന് പ്രതിപാദിച്ചാൽ നന്നായി.
നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പെരുകുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ നമ്മൾ പറഞ്ഞിരുന്നു. ഇത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു നിയന്ത്രണം ഇല്ലാതെ കോശങ്ങൾ പെരുകുന്നു എന്ന് നമുക്ക് നോക്കാം. പൊതുവായി നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, അതായത് നമ്മുടെ ഈ പുകവലി, മദ്യപാനം ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. പിന്നെ സഹജമായി ഉണ്ടാകുന്ന ക്യാൻസറുകളുണ്ട്, തനിയെ തന്നെ വരുന്ന ക്യാൻസറുകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ വ്യതിയാനങ്ങൾ, ജീൻസിലൊക്കെ വ്യതിയാനങ്ങൾ വന്നിട്ട് തനിയെ വരുന്നുണ്ട്. പാരമ്പര്യമായി വരുന്ന ക്യാൻസറുകളുണ്ട്. പിന്നെ റേഡിയേഷൻ ഒരു കാരണമാണ് ക്യാൻസറിന്. ഒരു നമ്മളെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ക്യാൻസറിൽ റേഡിയേഷൻ. കുറെ മിഥ്യാധാരണകളുണ്ട് അതിനകത്ത്. പിന്നെ വൈറസ് ബാധ കൊണ്ട് ക്യാൻസർ വരാം, അണുബാധ കൊണ്ട് ക്യാൻസർ വരാം. ഇങ്ങനെ ഇതാണ് പലതരത്തിലുള്ള ഒരു ക്യാൻസർ. അത് റേഡിയേഷൻ ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ സൂര്യനിൽ നിന്നൊക്കെ വരുന്ന ഒരു ഉച്ച സമയത്തൊക്കെ വരുന്ന പറയാറുണ്ടല്ലോ, ഒരു 12 മണി മുതൽ 2 മണി വരെയുള്ള വേനൽക്കാലത്തൊക്കെ എപ്പോഴും പറയുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. അത് ഹൈ ഫ്രീക്വൻസി റേസ് ഒക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ ജീൻസിലൊക്കെ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് അത് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി എക്സ്റേകളും സി ടി സ്കാനും പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്യരുത്. നമ്മളെപ്പോഴും പേഷ്യൻസ് ഉണ്ടാവും, എന്താണ് അസുഖം എന്ന് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ലാബിലൊക്കെ പോയിട്ട് ചെയ്യുന്നത്. അപ്പം അതും ഈ ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് ആണ്. അങ്ങനെയുള്ള ഡോക്ടർ പറയാതെ നിർദ്ദേശിക്കാതെ ഒരിക്കലും അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യാൻ പാടില്ല. അത് ആവശ്യത്തിന് മാത്രമുള്ള ടെസ്റ്റുകളെ ചെയ്യാൻ പാടുള്ളൂ. ആവശ്യമായി ചെയ്തു കഴിഞ്ഞാൽ റേഡിയേഷൻ അനാവശ്യമായി നമുക്ക് കിട്ടും. പിന്നെ മറ്റൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ് മൊബൈൽ ഫോണും ക്യാൻസർ. മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി കുറഞ്ഞ റേഡിയേഷൻ, അതായത് ഒരു റേഡിയോ വേവ് കാറ്റഗറി വരുന്നതാണ്. അതിന്റെ തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത് ഒരുപാട് കൂടുതലാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മറ്റൊരാൾക്ക് സന്ദേശം നൽകേണ്ട വേവ്സ് ആണത്. അപ്പോൾ അങ്ങനെയുള്ള തരംഗങ്ങൾക്ക് ഫ്രീക്വൻസി കുറവായിരിക്കും. അതുകൊണ്ട് മൊബൈൽ ഫോൺ റേഡിയേഷൻ ശരിക്കും സയന്റിഫിക്കലി ശാസ്ത്രപരമായി ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള റേഡിയേഷൻ അല്ല. പക്ഷെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ബാക്കി ചില കാര്യങ്ങളിലൊന്നും ഞാൻ അത് എതിർപ്പ് പറയുന്നില്ല. അതായത് കുട്ടികൾക്കൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കുന്നതും ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ്, സ്വഭാവത്തിലൊക്കെ ഉള്ള ചേഞ്ചസ് ഒക്കെ വരുന്ന കാര്യത്തിലൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളില്ല. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്, ഒരു മൊബൈൽ ഫോണിന്റെ ടവർ വരുമ്പോൾ അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഫോം ചെയ്ത സമരവും ഒക്കെ ഉണ്ടാവുന്നത്. ശാസ്ത്രീയപരമായി അതിന് അടുത്തറിയില്ല. അതെ. അതുപോലെ തന്നെ നമുക്ക് ഈ എയർ പൊല്യൂഷൻ അത് ഇതിന് കാരണമാവാറുണ്ടോ? ഈ നമ്മുടെ പൊല്യൂഷൻ, നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുമ്പോൾ ധാരാളം കെമിക്കൽസ് ഒക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെ പൊല്യൂട്ടൻസ് ഉണ്ട്. പുകവലിയിൽ തന്നെ പല ഹാനികരമായി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പൊല്യൂഷൻ ഒരു കാരണമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ കാരണമായി. അതെ. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് കൂടുന്നതും പിന്നെ പല പ്രമേഹം അങ്ങനെയുള്ള പല കാരണങ്ങളൊക്കെ ഉള്ള ആളുകൾ. പ്രമേഹ രോഗിക്ക് സാധാരണ രീതിയിൽ മറ്റു രോഗിയെ അപേക്ഷിച്ച് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അതായത് ക്യാൻസർ വരാനുള്ള സാധ്യത? പ്രമേഹ രോഗികൾക്ക് പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി സപ്രഷനും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉണ്ട്. പക്ഷെ നിർബന്ധമായും വരുമ്പോൾ പ്രമേഹ രോഗികൾക്കും വരണമെന്നില്ല. ജീവിതശൈലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമല്ലോ പലർക്കും വരുന്നത്. ആ ഒരു ജീവിതശൈലിയിലെ കാരണങ്ങൾ ഇതിനും കാരണമായേക്കാം. പിന്നെ ലാക്ക് ഓഫ് എക്സർസൈസ് പറയുന്നുണ്ട്, അതായത് സെഡന്ററി ലൈഫ് കൊണ്ട് നമുക്ക് വരാവുന്ന അതിനുള്ള കാരണങ്ങൾ. അത് പ്രോപ്പർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വ്യായാമം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം, ഭക്ഷണം ദഹിപ്പിക്കുന്നതിനും ഒരു പ്രോപ്പറായിട്ടൊരു ബോഡി നിലനിർത്തണം. ഈ പറഞ്ഞ എല്ലാ ഈ ബയോമെക്കാനിസംസും ഈ സെൽ ഡിവിഷൻ എല്ലാം ബേസ് ഇതുപോലത്തെ നമ്മുടെ ബേസിക് ഉറക്കം, അതുപോലെ വെയിറ്റ് മെയിൻ്റനൻസ്, അതുപോലെ എക്സസൈസ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഡോക്ടർ, പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടല്ലോ, അതായത് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, മൾട്ടിപ്പിൾ മൈലോമ, അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ക്യാൻസറുകളുണ്ട്. പക്ഷെ അതിൽ തന്നെ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സ്ഥിതി അനുസരിച്ച്, അതായത് ജിയോഗ്രഫിക്കൽ ഏരിയ വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഉള്ള കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ തന്നെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു മുമ്പത്തെ നമ്മൾ വർഷങ്ങൾ കഴിയുന്തോറും ഈ കണക്കുകളിലൊക്കെ മാറ്റം വരുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന ചില ക്യാൻസറുകൾ പിന്നോട്ട് പോയിട്ട് ചിലത് മുമ്പോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗർഭാശയകള ക്യാൻസർ, സെർവിക്സ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസർ ആയിരുന്നു. കേരളത്തിലും ആ സമയത്ത് ബ്രസ്റ്റിനായിരുന്നു കൂടുതലുണ്ടായിരുന്നത്, സ്തനാർബുദമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സെർവിക്സിന്റെ ഒരു സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സെർവിക്സിന്റെ, അതായത് ഗർഭാശയങ്ങളിലെ ക്യാൻസറിന്റെ അളവ് കുറഞ്ഞു വരികയും ബ്രസ്റ്റ് തന്നെയാണ് ഇപ്പൊ മുൻപന്തിയിൽ സ്ത്രീകളിൽ നിൽക്കുന്ന ക്യാൻസറായി മാറി. കാരണം എന്തായിരിക്കും?
ബേസിക് ഒരു ഒരു അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോണൽ വ്യത്യാസമാണ് അതിന്റെ ഒരു ശരീരത്തിലെ സ്ത്രീകളുടെ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് ഇതിന്റെ അകത്തൊരു വില്ലനായിട്ട് ഏറ്റവും വലിയ നിൽക്കുന്നത്. സ്ത്രീകളിലുള്ള ഹോർമോൺ തന്നെയാണ്. അത് ചില കാരണങ്ങൾ കൊണ്ട് അത് കൂടി നിൽക്കുന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചില സ്ത്രീകൾക്ക് ആർത്തവം നേരത്തെ തുടങ്ങുന്നു, പീരീഡ്സ് നേരത്തെ തുടങ്ങുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരുടെ ഈസ്ട്രോജൻ ശരീരത്തിൽ നേരത്തെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതുപോലെ വൈകി അവസാനിക്കുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അത്രയും നാള് ശരീരത്തിൽ ഈസ്ട്രോജൻ നിൽക്കുകയാണ്. പിന്നെ പ്രസവിക്കാത്ത സ്ത്രീകൾ, അതായത് ഗർഭം ധരിക്കാത്ത സ്ത്രീകൾ, ഗർഭം ധരിക്കുമ്പോൾ നമ്മുടെ ഈസ്ട്രോജന്റെ അളവൊക്കെ ഒന്നൊക്കെ മാറി വേറെ പ്രൊജസ്ട്രോൺ ഇതൊക്കെ മാറുന്നുണ്ട്, അങ്ങനെ ഹോർമോൺ ലെവൽ മാറുന്നുണ്ട്. അപ്പം ഗർഭം ധരിക്കാത്ത സ്ത്രീകളിൽ അത്രയും നാളുകൾ കൂടി ശരീരത്തിൽ ഈസ്ട്രോജൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അവയവങ്ങളിൽ. അപ്പൊ ഇതുപോലെ ഈസ്ട്രോജൻ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുറെയൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊന്നുമല്ല. ജനിതകപരമായി ആർത്തവം വരുന്നതും നിൽക്കുന്നതും പ്രസവിക്കാത്തതൊക്കെ അങ്ങനെയാണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. പിന്നെ നല്ല രീതിയിൽ സ്വയം സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസറിന് തൊട്ട് പരിശോധിക്കുക. സ്വയം സ്തന പരിശോധന എന്ന് പറയാൻ പല ഘട്ടങ്ങളുണ്ട്. മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ സ്ത്രീകൾക്ക് സ്തനാർബുദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അങ്ങനെ അതാണ് അതിനെ കുറിച്ച്. ഏതെങ്കിലും ടൈപ്പ് ക്യാൻസറുകൾ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ബ്രസ്റ്റ് ഓവറി ക്യാൻസർ, സ്ത്രീകളുടെ അണ്ടാശയവും ഈ സ്തനാർബുദവും പോലെയുള്ള ക്യാൻസറിനൊക്കെ ജനിതകപരമായ ചെറിയ ലിങ്കേജ് ഒക്കെ ഉണ്ട്. BRCA ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രസ്റ്റ് ഓവേറിയൻ ക്യാൻസർ എന്നാണ് പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഒരു ഓവേറിയൻ അണ്ടാശയത്തിലെ ക്യാൻസർ ആയിരിക്കാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാം. അങ്ങനെ നിർബന്ധമായും പാരമ്പര്യമായി വരണമെന്നല്ല, അങ്ങനെയുള്ള രീതിയിലും ഉണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദം അങ്ങനെയുണ്ട്. അപ്പൊ ഈ ലോകത്ത് തന്നെ നോക്കിയാൽ ഇപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പിന്നെ സ്ത്രീകളിൽ അല്ലാതെയും ഉണ്ട് ഈ പറഞ്ഞ ഗർഭാശയമുള്ള ക്യാൻസർ ഉണ്ട്. അതെ, ഗർഭപാത്രത്തിന്റെയും അണ്ടാശയത്തിന്റെം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വരുന്ന പോലെ ലങ്സിന്റെയും വായിലെ ക്യാൻസർ, തൈറോയിഡ് ക്യാൻസർ എല്ലാം സ്ത്രീകളിലുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇപ്പോ ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം OP നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 150 OP ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു 60-70 കേസ് ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും. നമുക്ക് അങ്ങനെ കാണുമ്പോൾ അറിയാലോ, ഒരു ഏകദേശം ഇവിടുത്തെ മാത്രം ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പുരുഷന്മാരിൽ പറയുകയാണെങ്കിൽ പുരുഷന്മാരിൽ കൂടുതൽ വായിലെ ക്യാൻസർ, വായിലെ തൊണ്ടയിലും ക്യാൻസറാണ് പുരുഷന്മാരിൽ കൂടുതലായി കാണപ്പെടുന്നത്. അത് പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം ഈ പുകവലിയും പാൻ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഉപയോഗമാണ് കാരണം. അതല്ലാതെയും വരുന്നത് കൊണ്ട്, എന്നാലും ഇതാണ് പൊതുവെ കാണുന്നത്. പിന്നെ ലങ്സിലെ ക്യാൻസർ, ആമാശയത്തിലെ ഉദരരോഗന്റെ കുടലിലെ ക്യാൻസർ, അതുപോലത്തെ അതെല്ലാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ട്. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന ക്യാൻസർ ഉണ്ട്, അതായത് പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ക്യാൻസർ. അങ്ങനെ പല ക്യാൻസറുകളും ഉണ്ട്. ഇപ്പോൾ ഹെപ്പറ്റോസെല്ലാർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ലിവറിന്റെ ക്യാൻസറിന്റെ ഒരു ഇത് മുമ്പത്തെ വർഷങ്ങളെക്കാളും ഓരോ വർഷം കൂടുന്നവർ കുറച്ച് കൂടി വരുന്നതായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ക്യാൻസറുകൾ വായിലെയും തൊണ്ടയിലെയും ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിലും ബാക്കിയുള്ള ക്യാൻസറുകളും ഇപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 5-ൽ ഒരാൾക്ക് ക്യാൻസർ, അതായത് അവരുടെ ജീവിതകാലത്ത് ക്യാൻസർ വന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് പറയുന്നു. അതിലെത്രത്തോളം ശരിയുണ്ട് നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ? നമ്മുടെ ഒന്നാമത് പണ്ടത്തെ കാലത്തെക്കാളും കൂടുതൽ നമ്മൾ ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. പണ്ട് കാരണങ്ങൾ പല നമ്മൾ ഇന്ന് കാണപ്പെടുന്ന പോലെ പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസറിന്റെ അളവ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ജീവിതശൈലിയിലെ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാവും തന്നെ സ്വാഭാവികമായി കൂടുന്നുണ്ട്. അപ്പം മിക്കവാറും വീടുകളിലോ നമ്മുടെ പരിചയത്തിൽ തന്നെയോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്കോ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഉള്ളതാണ്. അപ്പൊ ഇതിനെ നമ്മളൊരു ജീവിതശൈലി രോഗം എന്ന് വിളിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വയസ്സ് കൂടുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കോശങ്ങൾ വിഭജിക്കുന്നുണ്ടല്ലോ, അതിനൊരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു പ്രക്രിയയായിട്ട് കാണുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു 10 പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതും ഒരു 1000 പേജ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോഴും 1000 പേജ് എടുക്കുമ്പോഴായിരിക്കും നമുക്കൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റ് വരാൻ സാധ്യത. അതുപോലെ തന്നെ 1000 പേജ് എന്ന് പറയുന്നത് ഞാൻ ഉപമിക്കുന്നത് നമ്മുടെ പ്രായത്തിനോടാണ്. പ്രായം മുമ്പോട്ട് പോകുന്തോറും ഈ കോശ വിഭജനത്തിൽ എപ്പോഴെങ്കിലും ഒരു പാകപ്പിഴ വരാനും അത് ക്യാൻസറിലേക്ക് നയിക്കാനുള്ള സാധ്യത. പ്രായം ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് ഈ ക്യാൻസറിൽ. അതെ, പ്രായമായവർ വളരെയധികം ശ്രദ്ധ പുലർത്തണം. കാരണം ക്യാൻസർ ആർക്ക് വേണമെങ്കിലും വരാം. അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
ഡോക്ടർ, മറ്റസുഖങ്ങളെ പോലെ തന്നെ ക്യാൻസറും പലതരം ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ. ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണല്ലോ ഡോക്ടർമാരുടെ അടുത്ത് രോഗികൾ വരുന്നത്. അതല്ലാതെ ലക്ഷണങ്ങളില്ലാത്ത ക്യാൻസറുകളും ഉണ്ടാവാം. അപ്പൊ ഈ എന്തൊക്കെയാണ് സാധാരണ നമ്മൾ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ക്യാൻസറിൻ്റെതായ, അതായത് ഇപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് രീതിയിലുണ്ട് ലക്ഷണങ്ങൾ. ഒന്ന് പൊതുവായ ലക്ഷണങ്ങളും പിന്നെ ഓരോ അവയവത്തിലാണല്ലോ ക്യാൻസർ ബാധിക്കുന്നുണ്ടാവുക. അവയവത്തെ അതെ. ബാധിക്കുന്നുണ്ടാവുന്ന അപ്പൊ ലക്ഷണങ്ങൾ. ഓരോ അവയവത്തെ ബാധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. ഓക്കെ. ഒരു കോമൺ ആയിട്ടുള്ള, അതായത് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന്റെ വെയിറ്റ് കുറയുക ഒരു പ്രധാന ലക്ഷണമാണ്. വിശപ്പ് കുറയാന്നുള്ളൊരു, അതായത് യാതൊരു കാരണമില്ലാതെ നമ്മുടെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് വെയിറ്റ് കുറയുക, വിശപ്പില്ലായ്മ. ഒരു 10 കിലോ ഒക്കെ പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ 1-2 മാസം കൊണ്ട് കുറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത്. അതുപോലെ വിശപ്പില്ലായ്മ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പിന്നെ ഓരോന്നും ഈ അവയവത്തെ ബാധിക്കുന്ന അനുസരിച്ചാണ്. മുഴകളായിട്ടും ചിലപ്പോൾ ശരീരത്തിന്റെ പല ഭാഗത്തും വരാം ക്യാൻസറുകൾ. മുഴയില്ലാത്ത രീതിയിലും വരാം. അപ്പൊ വായിലെയും തൊണ്ടയിലെ ക്യാൻസർ ഒക്കെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വായിലും ഉണങ്ങാത്ത മുറിവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു കഴല പോലെ കഴുത്തിലൊക്കെ വരാം ക്യാൻസേഴ്സ് ആയിട്ട് വരും. ബ്രസ്റ്റിലെ സ്ത്രീകളിലെ സ്ഥാനാർബുദം ആണെങ്കിൽ സ്ഥലങ്ങളിലെ മുഴകളായിട്ട് വരാം, കക്ഷത്തിൽ മുഴകളായിട്ട് വരാം. ആ രീതിയിൽ അവിടെ ഈ ബ്രസ്റ്റില് അൾസർ പോലെയുള്ള സംഭവങ്ങളായിട്ട് വരാം. അത് കുറച്ചും കൂടി ശ്രദ്ധിക്കാതെ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബ്രസ്റ്റിലൊക്കെ തൊലിയൊക്കെ പൊട്ടിയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മരുന്ന് കഴിക്കുമല്ലോ. ചിലപ്പോൾ അതൊരു ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കാം. ഒരുപാട് നാൾ അങ്ങനെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ ഒക്കെ കണ്ട് ഒരു എൻഡോസ്കോപ്പി ട്യൂബ് ഇറക്കി പരിശോധിക്കാൻ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്ത് അങ്ങനെ എന്തെങ്കിലും അൾസറോ ക്യാൻസറിന്റെ ലക്ഷണങ്ങളോ ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മലം പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ മാറി മാറിയുള്ള അതിസാരവും മലബന്ധവും മാറി മാറിയൊക്കെ വരുവാണെങ്കിൽ, മാറി മാറിയൊക്കെ വരുന്നത് കുടലിന്റെ ക്യാൻസറിന്റെ ലക്ഷണമാവാം. മൂത്രം പോകുന്നത് തടസ്സമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ആവാം. വേണമെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിലും അത് ഉണ്ടാവുന്നുണ്ട്, എന്നാലും അതൊരു ക്യാൻസറിന്റെ ലക്ഷണം കൂടി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധന നടത്തേണ്ടതാണ്. അങ്ങനെ പൊതുവായ ഓരോ അവയവങ്ങളെ ബാധിപ്പിക്കുന്ന, ഇപ്പം സ്ത്രീകൾ വേണമെങ്കിൽ ബ്ലീഡിങ് ഇടയിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ, മാസമുറയുടെ അല്ലാത്ത സമയത്തുള്ള ഒരു ബ്ലീഡിങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ ഗർഭാശയക്കുള്ള ക്യാൻസറിന്റെ ലക്ഷണമാണ്. അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബ്ലീഡിങ്, അതായത് രക്തസ്രാവം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ പല്ല് കേൾക്കുമ്പോൾ മോണയെന്ന് ചിലപ്പോൾ നമ്മുടെ മോണ വീക്കം കൊണ്ട് ബ്ലഡ് വരാം, പക്ഷെ അല്ലാതെയും മോണയെന്ന് ഒരു രക്തം വരുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി പോലെ വരുന്നുണ്ട്. ഇതപ്പോൾ വരുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഒരു രക്താർബുദം, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറിന്റെ ഒരു ലക്ഷണം വേണമെങ്കിൽ ആവാം. അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ട് പൊതുവെ. അതുപോലെ തന്നെ വിട്ടുമാറാത്ത തലവേദന ട്യൂമറിന്റെ ലക്ഷണമാവാം. സാധാരണ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരു സ്കാൻ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ വിട്ടുമാറാത്ത എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിംറ്റം അല്ലെങ്കിൽ ഒരു ലക്ഷണം നമുക്ക് വന്നു, ആ ലക്ഷണം വിട്ടുമാറാതെ ദീർഘകാലം നിലനിൽക്കുക, അത് നമുക്കൊരു ബുദ്ധിമുട്ട് ആകുന്ന രീതിയിൽ വന്നാൽ നമ്മൾ അത് തീർച്ചയായും ക്യാൻസർ ആണെന്നുള്ളത് പരിശോധിക്കണം. ഈ രോഗം കണ്ടുപിടിക്കുന്നതിന്, അതായത് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരുപാട് ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ടെസ്റ്റുകളെ കുറിച്ച്, അതായത് നമുക്ക് അസുഖം വരുന്നതിന് മുമ്പ്, ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പും ലക്ഷണം കാണിച്ചതിന് ശേഷവും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമ്മളിപ്പം ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷണം ഇല്ലാതെയും നമ്മൾ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് ഈ ക്യാൻസറിന്റെ സ്ക്രീനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. പൊതുവായി പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ നേരത്തെ ശരീരത്തിലൊരു മുഴയുണ്ടാവും, ഇപ്പൊ വായിലൊരു ഉണങ്ങാത്ത മുറിവ്, കഴുത്തിലൊരു മുഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, ഒരു ENT ഡോക്ടറെ കാണുക. അങ്ങനെ വായിലെ തൊണ്ടതൊക്കെ മുറിവൊക്കെ ആണെങ്കിൽ അപ്പൊ ഡോക്ടർ പരിശോധനകൾ നടത്തും. സാധാരണയായി ഡോക്ടർ സാധാരണ ഇങ്ങനെ ദീർഘനാളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു FNAC, അതായത് ഒരു സൂചി പോലെ നീഡില് അവിടെ ഇട്ടിട്ട് കുത്തിയിട്ട് പരിശോധിച്ച് അത് എടുത്തിട്ട് ഒരു സ്ലൈഡിലേക്ക് ആക്കിയിട്ട് മൈക്രോസ്കോപ്പിൽ പത്തോളജിസ്റ്റ് നോക്കുന്നതിനാണ് FNAC എന്ന് പറയുന്നത്. അതിന് വേദന ഉണ്ടാവും, ചെറിയ സാധാരണ അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അത് മൈക്കിട്ടൊന്നും ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും ചിലപ്പോൾ അത്ര അതിന്റെ ആവശ്യമുള്ളൂ. ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരല്പം വേണമെങ്കിൽ എടുക്കുന്നതിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. അതിന് നമ്മൾ അവിടെ മരവിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. അത് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ അതിന് പല പല ചെറിയ പീസുകളാക്കി പത്തോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കി ക്യാൻസർ കോശങ്ങളുണ്ടോ എന്ന് നോക്കും. അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെയുള്ള ഇപ്പം നമ്മളിപ്പോ ഒരു വയറിലെ ഉള്ളിലൊക്കെ ഉള്ള മുഴകളൊക്കെ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ സ്കാനിങ് ചെയ്യും, അൾട്രാസൗണ്ട്, CT സ്കാൻ, MRI, അങ്ങനെ പല സ്കാനിങ്ങുകളുണ്ട്. അതുവഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
പിന്നെ ഇതൊക്കെയാണ് പൊതുവായുള്ള ടെസ്റ്റുകൾ. പിന്നെ അല്ലാതെ കുറച്ചൊരു ട്യൂമർ മാർക്ക് ബ്ലഡിൽ നോക്കുന്ന ചില ടെസ്റ്റുകളുണ്ട്, നമുക്കൊരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസറിൽ PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ PSA. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തുള്ള കൂടുതൽ ടെസ്റ്റുകൾ ചെയ്ത് അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. അതുപോലെ ഓരോ ഇപ്പൊ ഓവറിക്ക് യൂട്രസുമായി ബന്ധപ്പെട്ട് CA-125 അങ്ങനെ കുറെ AFP ഉണ്ട്, നമ്മുടെ ലിവർ ക്യാൻസറിന്റെ അതെ AFP അങ്ങനെ കുറെ അത് ഡോക്ടേഴ്സ് ആണ് അത് ടെസ്റ്റ് ചെയ്യുന്നത്. ട്യൂമർ മാർക്ക് ബ്ലഡ് എടുത്ത് പരിശോധിക്കുന്നത്. ഒരു 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരൊക്കെ പൊതുവെ PSA ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല, പ്രോസ്റ്റേറ്റിന് വീക്കം വരുന്ന ഇതുണ്ടല്ലോ, പ്രോസ്റ്റേറ്റിന് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് നേരത്തെ അതും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതിന്റെ ഒരു നോർമൽ വാല്യൂ ഉണ്ടായിരിക്കും, അതിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ബ്ലഡിന്റെ കുറെ ടെസ്റ്റുകളും ഉണ്ട്. പൊതുവായി പറഞ്ഞ FNAC ബയോപ്സി സ്കാനിങ് ഈ ബ്ലഡ് ടെസ്റ്റുകളാണ് കോമൺ ആയിട്ട്. പിന്നെ പലതരം ബ്ലഡ് ക്യാൻസറുകൾ നമുക്ക് ബ്ലഡ് പരിശോധിക്കുന്നതിലൂടെ തന്നെ കോമൺ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ കൂടി തന്നെ ഒരു ക്ലൂ, അതായത് നമ്മുടെ കൗണ്ട് ഒക്കെ കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അനുസരിച്ച് അങ്ങനെ ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ മജ്ജ പരിശോധിക്കാം, ബോൺ മാരോ ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കാം. അതെ അതെ, അങ്ങനെ കുറെ ടെസ്റ്റുകളുണ്ട്. ഇതാണ് പൊതുവായി നമ്മൾ സാധാരണയായിട്ട് ചെയ്ത് അസുഖം സ്ഥിരീകരിക്കുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഏത് രോഗത്തെ പോലെ തന്നെ ക്യാൻസറും എത്രയും നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഒരുപക്ഷെ മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ ചികിത്സാ വിധികൾ പുതിയതായിട്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ രീതിയിലുള്ള ചികിത്സാ രീതികളും പഴയ ചികിത്സാ രീതികളും സാധാരണയായി നമുക്ക് ഇവിടെ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാകുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് ഏതൊക്കെ ആശുപത്രികളിലാണ് നമുക്ക്, അതായത് ഗവൺമെന്റ് സെക്ടർ, പ്രൈവറ്റിൽ നമുക്കിപ്പോൾ ഒരു എറണാകുളം ബേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ അത് ലഭ്യമാകും എന്നുകൂടെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ക്യാൻസർ ചികിത്സേനെ നമ്മളൊരു ഒരു വൃക്ഷമായിട്ട് കാണുവാണെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു 3 പേരുകളാണ്. ഒന്ന് സർജറി, ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വിഭാഗം. കീമോതെറാപ്പി ചെയ്യുന്ന, അതായത് മരുന്നുകൾ കൊടുത്ത് ക്യാൻസർ ചെയ്യുന്ന ഒരു വിഭാഗം. പിന്നെ റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. ഇത് 3 കൂടി ചേരുമ്പോൾ ചില ഓരോ അവയവങ്ങൾക്കുള്ള ക്യാൻസറിന് ഓരോ രീതിയിലാണ് ട്രീറ്റ്മെന്റുകൾ. ചിലതിൽ സർജറിക്കായിരിക്കും മുൻഗണന, ചിലതിൽ കീമോതെറാപ്പിക്കായിരിക്കും, ചിലതിൽ റേഡിയേഷൻ ആയിരിക്കാം, ചിലതിൽ ഇത് കോമ്പിനേഷൻ കമ്പൈൻഡ് ഫോമിലായിരിക്കും. സ്റ്റേജും എല്ലാം ഇതിനെല്ലാം ഗൈഡ് ലൈൻസ് ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഓരോ അവയവങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും ട്രീറ്റ്മെന്റ്. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ശാഖയും കൂടിയുണ്ട്. ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രത്യേകിച്ച് ഏർലി സ്റ്റേജ് ക്യാൻസറുകളിലാണ് സർജറി കൂടുതൽ ഫലപ്രദം. തുടക്കത്തിലുള്ള ക്യാൻസർക്ക് ആ അവയവത്തിന്റെ ഒരു പോർഷൻ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ബ്രസ്റ്റ് ആണെങ്കിൽ ആ മുഴയും, വളരെ തുടക്കമാണെങ്കിൽ ആ മുഴയും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളും കക്ഷത്തിലെ കഴലകളൊക്കെ എടുത്ത് മാറ്റുന്നത് ആണ് സർജറി ചെയ്യുന്നത്. കുറച്ചും കൂടി കൂടിയ ഇതിലാണെങ്കിൽ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അതുപോലെ കക്ഷത്തിലെ കഴലകൾ ഡിസെക്ഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സർജറി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ, അവയവത്തിന്റെ ട്യൂമറിനെ ഉള്ള ഭാഗം എടുത്ത് മാറ്റുക, അതിനോടനുബന്ധിച്ചുള്ള അത് പോകുന്ന കടലകളും കൂടി എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള അവയവങ്ങൾ കൂടി എടുത്ത് മാറ്റുക എന്നുള്ളതാണ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻസർ വന്ന ഭാഗം എടുത്തു മാറ്റുക, അതാണ് സർജറി എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി. കീമോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മരുന്നുകൾ ക്യാൻസറിനെതിരെ കൊടുക്കുന്നു. അതായത് നമ്മുടെ ഈ രോഗം നമ്മൾ പറഞ്ഞ നിയന്ത്രണമില്ലാതെ കോശങ്ങൾ പെരുകുന്ന അവസ്ഥയാണ് ക്യാൻസർ. അപ്പൊ ഈ ഇത് പെരുകുന്നതെന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയിലൂടെയാണ്. അപ്പം ഈ സെൽ ഡിവിഷന്റെ പല ഫേസുകളിലായിട്ട്, പല ഘട്ടങ്ങളിലായിട്ട് ഈ ഓരോ മരുന്നുകൾ ഓരോ രീതിയിലായിരിക്കും ആക്ട് ചെയ്ത് ഈ പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കുക. നിയന്ത്രണമില്ലാതെ പെരുകുന്ന കോശങ്ങളെ നശിപ്പിക്കുക എന്നതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. പല രീതിയിൽ കീമോതെറാപ്പി നൽകാൻ സാധിക്കും. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ മരുന്നുകളൊക്കെ ഡ്രിപ്പിലിട്ടിട്ട് കൊടുക്കുന്ന രീതിയിലുണ്ട്, ഞരമ്പിലൂടെ കയറ്റുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഞരമ്പിലൂടെ ഇഞ്ചക്ഷൻ ചെയ്യുന്നതുണ്ട്. ഗുളിക രൂപത്തിൽ കഴിക്കുന്ന കീമോതെറാപ്പി ഉണ്ട്. പിന്നെ ചിലതുണ്ട് അല്ലാതെയും ഉണ്ട്, ഈ നട്ടലിലേക്കൊക്കെ നമ്മൾ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് ചെയ്യുന്ന പോലെ ഇൻട്രാതീക്കൽ രീതിയിൽ കൊടുക്കുന്ന കീമോതെറാപ്പികളുണ്ട്. പല റൂട്ടുകളിലുണ്ട് കീമോതെറാപ്പി കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് റേഡിയേഷൻ ട്രീറ്റ്മെന്റ്. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. കരിക്കുക, പൊള്ളിക്കുക എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അതെ, അപ്പൊ ആൾക്കാർക്ക് റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി ടേബിളിൽ കിടക്കുമ്പോൾ ദേഹം പൊള്ളുമോ, ദേഹത്ത് കൊള്ളുമോ, വേദനിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. റേഡിയേഷൻ നമ്മളെല്ലാരും എക്സ്റേ ഏതെങ്കിലും ജീവിതത്തിന്റെ പല ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. അതുപോലത്തെ ഒരു ഹൈ എനർജി എക്സ്റേ മാത്രമാണ് റേഡിയേഷൻ. നമ്മുടെ ദേഹത്ത് തൊടുന്ന പോലും നമ്മൾ അറിയില്ല. പിന്നെ ഈ വേദനകളും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാകുന്ന വെച്ചാൽ കാലക്രമേണ തൊലിയിലൊക്കെ ചെറിയ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട താൽക്കാലികമായിട്ടുള്ള വേദനകളും ഒക്കെ ഉണ്ടാവാറുണ്ട്.
അതിനെയാണ് ഈ ആൾക്കാർ സ്കിന്നിലെ കളറൊക്കെ ചെറിയ കണ്ടിട്ട് മരുന്നുകൾ അതെ അത് പിന്നീട് അത് മാറുന്നതുമാണ്. മാറുന്നതാണ്. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ തൊടുന്ന നമ്മൾ അറിയില്ല. ടേബിൾ കിടക്കുമ്പോൾ റേഡിയേഷൻ കഴിഞ്ഞു എന്ന് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ അറിയാവൂ കഴിഞ്ഞു എന്നുള്ള കാര്യം അറിയുന്നത്. എങ്ങനെയാണ് റേഡിയേഷൻ ക്യാൻസർ ചികിത്സ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ നമ്മുടെ കോശങ്ങളുടെ ഈ വിഭജനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. DNA-ക്ക് ഇങ്ങനെ ഒരു കോണിപ്പടി പോലെ ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ് ഉള്ളത്. കോണിപ്പടി പോലെ അതിന്റെ പടികൾ, 2 പടികൾ ചേർന്നിട്ടുള്ള ഒരു പടികൾ പോലെ അതിന്റെ സ്ട്രക്ചർ ഉള്ളത്. ആ പടികളിൽ ഡാമേജ് ഉണ്ടാക്കും റേഡിയേഷൻ പോയിട്ട്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡബിൾ സ്ട്രാൻഡ്സിന് ബ്രേക്കേജ് ഉണ്ടാക്കും. അങ്ങനെ കോശങ്ങൾ പെരുകുന്നത് തടയും. അങ്ങനെ ഈ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു എവിടെയാണോ മുഴയുള്ളത് അല്ലെങ്കിൽ ആ ഭാഗം നോക്കിയിട്ടായിരിക്കും റേഡിയേഷൻ ചെയ്യുന്നത്. സോ ആ ഭാഗത്തെ കോശങ്ങൾ പെരുകുന്നത് നിയന്ത്രിക്കുക എന്നാണ്. നോർമലായിട്ടുള്ള കോശങ്ങളെ ബാധിക്കാതെ നോർമലായിട്ടുള്ള അതെ ആ ഭാഗത്ത്. അപ്പൊ അതിന് നൂതനമായിട്ടുള്ള റേഡിയേഷൻ മെഷീൻസുകളുണ്ട്. അപ്പൊ നമുക്ക് മാക്സിമം നമ്മുടെ പരമാവധി സൈഡ് എഫക്റ്റുകൾ കുറച്ച് പരമാവധി നോർമൽ ആയിട്ടുള്ള കോശങ്ങൾക്ക് കിട്ടാതെ ക്യാൻസർ കോശങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് റേഡിയേഷൻ പാർശ്വഫലങ്ങൾ കുറച്ചുകൊണ്ടുള്ള റേഡിയേഷൻ മെഷീനുകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. നാലാമതായിട്ട് ഇപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റം ക്യാൻസർ ചികിത്സയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അത് ഭാവിയിൽ മുമ്പോട്ട് പോകുന്തോറും കുറെ ഇമ്മ്യൂണോതെറാപ്പി റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറെ മെഡിസിൻസ് വരികയും കുറെ മുമ്പ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതിരുന്ന പല ക്യാൻസറുകൾ കൂടി ഇനി ഭാവിയിൽ ഒതുങ്ങാൻ പോകുന്ന ഒരു കാഴ്ചയിലേക്ക് ഇപ്പോൾ ചിലവേറിയതാണ്. കാരണം കാലക്രമേണ അത് ചിലവ് കുറഞ്ഞ രീതിയിലുള്ളതുകൊണ്ട് പല റേഞ്ചിലുള്ളതാണ്. അത് റിസർച്ച് ഒക്കെ കൂടുതലും വിദേശത്താണ് നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾക്കൊക്കെ പേറ്റൻസി ഉണ്ടാവും ഇനീഷ്യൽ പീരീഡിൽ ഓരോ കമ്പനികൾക്ക്. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു റേറ്റ് എപ്പോഴും കൂടുതൽ തന്നെയായിരിക്കും. കാലക്രമേണ അതൊക്കെ കുറഞ്ഞു വരേണ്ടതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇമ്മ്യൂണോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി, നമ്മൾ രോഗം പ്രതിരോധിക്കുന്ന കോശങ്ങളുണ്ട്, T സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള കോശങ്ങളെ കൊണ്ട് തന്നെ ക്യാൻസറിനെതിരെ, അതായത് പുറത്തുനിന്ന് നമ്മളിതിനെ ഉത്തേജിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ക്യാൻസർ കോശങ്ങളെ ഈ കോശങ്ങളെ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഇമ്മ്യൂണോതെറാപ്പി. നമ്മുടെ തന്നെ കോശങ്ങളെ കൊണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് പൊതുവായി പറഞ്ഞ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ ഈ നമ്മുടെ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില പലരും അതിനോട് ഒരു വിമുഖത കാണിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാൻ? കീമോതെറാപ്പി നേരത്തെ നമ്മൾ പറഞ്ഞാണ്, കോശങ്ങൾ നിയന്ത്രണമില്ലാതെ പെരുകുന്ന കോശങ്ങൾക്കെതിരെയാണ് അത് ആക്ട് ചെയ്യുന്ന സെൽ ഡിവിഷൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് വളരുന്ന ഒരു കോശമാണ് നമ്മുടെ മുടി, അതുപോലെ അങ്ങനത്തെ കോശങ്ങളുള്ളത്. അപ്പൊ ആ കോശങ്ങൾ കീമോ ചെയ്യുമ്പോൾ, എല്ലാ കീമോകൾക്കും ഇല്ല, ചില കീമോകൾ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു താൽക്കാലികമായിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. താൽക്കാലിക മാത്രം ഉള്ള മുടി. കീമോ ചെയ്ത് കഴിയുന്ന ഒരു സമയത്ത് ഈ പോയ മുടിയെല്ലാം തിരിച്ചു വരും. കുറച്ചു കാലത്തേക്ക് മാത്രം. അതെ അതെ അതെ. ജീവിതകാലം മൊത്തം മുടി ഇല്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയല്ല. അത് തിരിച്ചു വരുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള സംഭവം മാത്രമാണ് എന്ന് കരുതി ചികിത്സ മുടക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വേറെ അതിന്റെ സ്റ്റേജ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരിക്കലും നമ്മളിപ്പോ ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ കീമോതെറാപ്പി, റേഡിയേഷൻ ഇതിനൊക്കെ പോയി നമ്മുടെ ജീവിതം പോകും എന്നുള്ള രീതിയിലുള്ള തെറ്റിദ്ധാരണകളും, അതിനുവേണ്ടി പല ഒറ്റമൂലി ചികിത്സകൾക്കും ആളുകൾ തയ്യാറാവാറ്. അങ്ങനെ പോയേ പിന്നെ അവസാനം ആ സ്റ്റേജ് മാറി കഴിയുമ്പോഴായിരിക്കും വീണ്ടും നമ്മുടെ അടുത്ത് എത്തുന്നത്. അപ്പൊ പിന്നെ അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ക്യാൻസറിനെ കുറിച്ചുള്ള ചികിത്സയിലുള്ള തെറ്റിദ്ധാരണകൾ ജനങ്ങളിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പണ്ട് മുതലുള്ള അതിൽ നമ്മുടെ കലാകാരന്മാരൊക്കെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ദുരന്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ പോയി ചെക്ക് ചെയ്യാൻ പേടി. എങ്ങാനും ക്യാൻസർ ആണെങ്കിൽ ഞാൻ ഈ അവസ്ഥയിലൂടെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ പോവില്ല. അതുകൊണ്ട് തന്നെ പല ക്യാൻസറുകളും നേരത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ചികിത്സ, നമ്മൾ ജയൻ സാർ നേരത്തെ പറഞ്ഞ ഒരു മരണനിരക്ക് പറഞ്ഞു, അതിന്റെ ഒരു പ്രധാന കാരണം നേരത്തെ കണ്ടെത്തുന്നതാണ്. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ മരണനിരക്ക് ഒരു 1/3 ചുരുക്കാൻ സാധിക്കും. അപ്പം എല്ലാരും ഇത് മനസ്സിലാക്കി തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സ, യഥാർത്ഥ ചികിത്സ, ഭയക്കാതെ ലക്ഷണങ്ങൾ കണ്ടത് ഡോക്ടറെ അടുത്ത് പോകാൻ എല്ലാവരും വിമുഖത കാണിക്കരുത്. ശരിയായ ചികിത്സ ഇനി ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും എവിടെയെങ്കിലൊക്കെ സ്ക്രീനിങ് ക്യാമ്പുകൾ, അതായത് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയുന്ന ക്യാമ്പുകളൊക്കെ ഒന്ന് അതിൽ ആക്റ്റീവായിട്ട് അല്ലേ പങ്കെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ പറയാറുള്ളത് ഏതൊരു അസുഖത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ നമ്മൾ ക്യാൻസറിനും ഒരു പ്രിവെന്റീവ് മെത്തേഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ പുതിയതായിട്ട് നമുക്ക് വാക്സിനുകളൊക്കെ ലഭ്യമാണെന്ന് പറയുന്നു പല ക്യാൻസറുകൾക്ക് എതിരായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടി ഒരു ബോധവൽക്കരണം നടത്തിയാൽ നന്നായിരിക്കും. എപ്പോഴും അസുഖം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. തീർച്ചയായും. ക്യാൻസറിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലത് നമ്മുടെ കയ്യിലുള്ളതല്ല. ഇപ്പൊ പറഞ്ഞ പോലെ ജനിതകപരമായി വരിക, അത് ജനറ്റിക്കലി വരിക, അല്ലെങ്കിൽ സ്വാഭാവികമായി തനിയെ വരുന്ന ക്യാൻസറുകളുണ്ട്. നമ്മുടെ കയ്യിൽ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് പുകവലി ഉപേക്ഷിക്കാം, മദ്യപാനം ഉപേക്ഷിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി വരുന്ന എത്രയോ ക്യാൻസർ, അതാണ് ഒരു വലിയൊരു നമ്പർ. പുരുഷന്മാരിൽ പ്രത്യേകിച്ചും വലിയൊരു ക്യാൻസറിന്റെ കാരണം ഈ കാരണങ്ങളാണ്. അപ്പം ഇത് വളരെയധികം ഉപേക്ഷിച്ചാൽ തന്നെ ഒരുവിധം ഒരു ക്യാൻസറുകളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ ജീവിതശൈലിയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കാം. അതായത് അന്നജം, അതായത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതെല്ലാം ആനുപാതികമായിട്ടുള്ള ഒരു അളവിലും ആവശ്യത്തിന്, അധികം കൂടാതെയും പാടില്ല, അധികം കൂടാനും പാടില്ല, എന്നാൽ ഒട്ടും കുറയാനും പാടില്ല. എല്ലാം ആവശ്യത്തിന് വേണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതെല്ലാം അതെ, ബാലൻസ്ഡ് ആയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഭക്ഷണ രീതി. കരിഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ട് ഫ്രൈഡിൽ തന്നെ കരിഞ്ഞ ഭക്ഷണം, അറേബ്യൻ ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ കുറെയൊക്കെ. അപ്പം അൽഫാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ പോപ്പുലർ ആയിട്ട് ഡിഷ് ഉണ്ട്. ഇതൊക്കെ സ്ഥിരമായി കഴിക്കാതിരിക്കുക, വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഡെയിലി ഡയറ്റിന്റെ ഭാഗമായിട്ടൊക്കെ ചില ആൾക്കാർ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ പ്രോട്ടീൻ മാത്രം കഴിക്കും. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഡെയിലി കഴിക്കുന്നത്. അപ്പൊ ഡെയിലി കരിഞ്ഞ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന വയറിന് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, നന്നായി ഉറങ്ങുക, നന്നായി ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സമീകൃതമായി ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ജീവിതത്തിൽ തന്നെ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. അതെ, വർക്ക് ലൈഫ് ബാലൻസ്, എല്ലാം ജോലിയും കുടുംബവും സുഹൃത്തുക്കളും എല്ലാം, ഇതെല്ലാം നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിലെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിട്ടുള്ളത്. അതെ. പിന്നെ വാക്സിന്റെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ചില വൈറസ് കാരണം ചില ക്യാൻസേഴ്സ് വരുന്നെന്ന് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ലിവറിന്റെ ക്യാൻസർ ഉണ്ടാക്കാൻ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്യാൻസറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അത് അവരുടെ ഷെഡ്യൂളിൽ തന്നെ ഉള്ളതാണ് വാക്സിനേഷൻ. അതിന്റെ ഭാഗമായിട്ട് വരുന്ന വാക്സിനേഷൻ ലിവർ ക്യാൻസർ വരുന്നത് ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസ് ബി കാരണം വരുന്ന ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കും. അതുപോലെ HPV എന്ന് പറഞ്ഞിട്ടൊരു വൈറസ് ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ വൈറസ് ഗർഭാശയങ്ങളെ ക്യാൻസർ ഉണ്ടാക്കാൻ ഒരു കാരണമാണ്. അതുപോലെ ഹെഡ് ആൻഡ് നെക്ക്, വായിലെയും തൊണ്ടയിലെയും ക്യാൻസേഴ്സിന് ഒരു പുകവലിയൊക്കെ കൂടാതെ വൈറസ് സംബന്ധമായിട്ടും വരാനുള്ള HPV ടൈപ്പിംഗ് ഉണ്ട്. അതുപോലെ മലാശയത്തിലൊക്കെ ഉണ്ടാവുന്ന ചില ക്യാൻസറുകളിലും ഇതിന്റെ റോൾസ് പറയുന്നുണ്ട്. ഇതിനുള്ള വാക്സിനുകൾ ഇപ്പം നമ്മുടെ കോമൺ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊന്നും ഇത് ഇപ്പൊ അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള ചില ആശുപത്രികളിലൊക്കെ ഇത് ലഭ്യമാണ്. ഇപ്പൊ HPV വാക്സിൻസ് എന്ന് പറയാം, അത് തന്നെ പല ടൈപ്പുകളുണ്ട്. അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ള ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള സ്ത്രീകളിലൊക്കെ, കുട്ടികളിലൊക്കെ അത് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഗർഭാശയകളം ക്യാൻസർ വരാൻ ഒരു ധാരാളം വരുന്നത് ഒരുപാട് തടയാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആണുങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആണുങ്ങൾക്കും എടുക്കാവുന്നതാണ്. ഇപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിലൊക്കെ ഇതിന്റെ റോള് പറയുന്നതുകൊണ്ട് ആണുങ്ങൾക്കും എടുക്കാം. അതെ അതെ. കുട്ടി, അതായത് നമ്മളൊരു സെക്ഷൽ ലൈഫിലേക്കൊക്കെ മുമ്പ് പോകുന്നുള്ള ഒരു ഏജ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരു ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു മുമ്പുള്ള ഒരു പ്രായം, അതായത് കുട്ടികൾ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിലൊക്കെ ആയിരിക്കും എപ്പോഴത് നല്ലൊരു സമയമായിട്ട് വരുന്നത്. കാരണം അങ്ങനെ പകരുന്ന ഒരു വൈറസാണ് കൂടുതലും ഈ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അങ്ങനെ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള വാക്സിനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തടയാൻ സാധിക്കും. ഇനി കാലക്രമേണ ഇനി നമ്മുടെ മുമ്പോട്ട് പോകുന്തോറും പുതിയ ഗവേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനെ കംപ്ലീറ്റ് ആയിട്ട് തടയുന്ന രീതിയിൽ വാക്സിനുകളൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരു പല പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പലരും ഇത് കണ്ടുപിടിച്ചു, ക്യാൻസറിനെതിരായി ഒരു വാക്സിൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ആധികാരികമായി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട എത്തിയിട്ടില്ല. ഓക്കെ. അപ്പൊ എന്നിരുന്നാലും നമ്മള് ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രഷർ, ഷുഗർ പോലുള്ള ഒരു ക്രോണിക് ഡിസീസായിട്ട് നമുക്ക് അതിനെ കൊണ്ടു നടക്കാം. അതായത് മരുന്ന് കഴിച്ച് അതിനെ കൊണ്ടു നടന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർക്ക് നന്ദി.
ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ഫോർ ഹെൽപ്ലെസിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.